ഹലോ, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ ദീപറ്റിയാട്ടോ ഞാൻ. അവൾ എന്തിനാ അങ്ങനെ പറഞ്ഞത്? ഞാൻ സോറി, എന്നിൽ തെറ്റ് വന്നു. ഞാൻ ഈ മൈക്ക് പിടിക്കേണ്ട സ്ഥാനത്ത് ഇയർഫോൺ ഈ ചെവിയിൽ വെക്കുന്ന സാധനം പിടിച്ചു കൊടുത്തത്. അത് അവൾ ചിരിച്ചെനിക്ക് അറിയില്ലായിരുന്നു. കേട്ടോ എന്തോ? ഒന്നും കൂടെ പറഞ്ഞുതരാം. നമസ്കാരം, നിങ്ങളുടെ ദൈവത്തേറ്റവും ഞാൻ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം, നിങ്ങളുടെ ദൈവത്തേറ്റവും ഞാൻ. ഈ ഉടുപ്പേ ദിവസം ഒന്ന് നിന്നിടാം. പിന്നെ ഇവളിപ്പോൾ ഡാൻസിലിട്ടിട്ടുണ്ട്, എല്ലാവരും കണ്ടിട്ടുണ്ടോ? ഈ ഒരു ഉടുപ്പ് നമ്മുടെ ചങ്ങനാശ്ശേരിയല്ലേ, ചങ്ങനാശ്ശേരിയുള്ള ഇങ്ങോട്ട് തിരിഞ്ഞു. ചങ്ങനാശ്ശേരിയുള്ള ഷീബ ചേച്ചി തയ്ച്ച് അയച്ചു കൊടുത്താ കേട്ടോ ഈ ഉടുപ്പ്. ഇത് ഇതിലേക്ക് ഈ എയർബോയിലോട്ട് ഞാൻ സെറ്റ് ചെയ്തതാണ്, ചേച്ചി അയച്ചു തന്നത്. അത് 2 ഉടുപ്പ് അയച്ചു തന്നു, ബ്ലാക്കും വന്നതും. നല്ല രസമുണ്ട്. ഇത് ക്രീം കളറ്, നല്ല രസമുണ്ട്. ഇത് അവള് പറയാം, അമ്മ ഇത് ആരെ പോലെ ഉണ്ടെന്ന് പറഞ്ഞാൽ മാലാഖയെ പോലെ ഇല്ലേ അമ്മ ഈ ഡ്രസ്സൊന്ന്. എൻ്റെ പൊന്നോ, അവര് മാക്സിമം പറഞ്ഞതാ പറയരുതേ മോളേന്ന്. എൻ്റെ ഒരു സന്തോഷം കൊണ്ട് പറഞ്ഞതാട്ടോ. ഇനി അതും പിടിച്ചു വലിച്ചുകൊണ്ട് വേണ്ടാത്ത വീഡിയോ ആയിട്ട് വന്നേക്കരുത്, ദൈവത്തെ ഓർത്തിട്ട്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ മനസ്സിലൊന്നും നിൽക്കത്തില്ല, അതങ്ങ് പറഞ്ഞു പോകും അറിയാതെ. അതുകൊണ്ട് ശിവ ചേച്ചി ഈ ഉടുപ്പാണ് അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് കേട്ടോ. ബ്ലാക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, എനിക്ക് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇതവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്നെ കുറുക്കം നോക്കുന്ന പോലെ നോക്കുക. നമ്മുടെ ജാഫർ ഖാൻ്റെ വീഡിയോ നമ്മൾ ചെയ്തല്ലോ, എൻ്റെ ഫ്രണ്ടിൻ്റെ. അപ്പോൾ അവൻ്റെ യൂട്യൂബിൻ്റെ ലിങ്ക് കൊണ്ടുവന്നിട്ട് നമ്മുടെ യൂട്യൂബിൽ കൊണ്ടുവന്ന് കമൻറ്റ് ബോക്സിൽ ഇടുന്നുണ്ട്. പക്ഷേ അതെന്താണെന്ന് വെച്ചാൽ ഇതിൽ കാണാൻ പറ്റുന്നില്ല. അതുപോലെ എനിക്ക് എഴുതിയെടുത്ത് ഇതിലിടാനും അറിയത്തില്ല. അതങ്ങനെ തന്നെ കൊണ്ടുവന്ന് ഇട്ടാലേ നമുക്കത് പിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഒരുപാട് പേര് പറഞ്ഞു പിൻ ചേച്ചി പിൻ ചെയ്യുന്ന, പക്ഷേ അത് പിൻ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. അവനും കുറേ നോക്കി, അവരയച്ച് ഇടും കാണാൻ പറ്റുന്നില്ല, പിന്നെ അയച്ചിടും കാണാൻ പറ്റുന്നില്ല. ഞാൻ അതുലിനോട് വിളിച്ചു പറഞ്ഞു, അതുലും ചെയ്ത് നോക്കിയിട്ട് അതുൽ പറഞ്ഞു ചേച്ചി ഇട്ടിട്ടുണ്ടെന്ന്. എനിക്ക് പക്ഷേ ഇതിൽ കാണുന്നില്ല. എന്താ പാലസ? അയ്യോ മറന്നുപോയി. JKN ഫാമിലി എന്നാദ്യം. അയ്യോ ഒരു പാലസ് പറഞ്ഞായിരുന്നു, എന്നോട് ഇപ്പോൾ പറഞ്ഞു, ഞാൻ മറന്നുപോയി. എന്തായിരുന്നു മോളെ? എന്ത് പാലസാണ് നിങ്ങൾ? അതിലവൻ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. എന്നോട് മറന്നുപോയി. ലാസ്റ്റിൽ എനിക്ക് ഓർമ്മയുണ്ട്, JKN ഫാമിലിയാണ്. ഒരു പാലസാണ് കേട്ടോ എൻ്റെ മുന്നിലുള്ളത്, എന്നോട് മറന്നുപോയി. അയ്യോ എന്നോട് മറന്നുപോയി ജാഫറെ, എന്നോടൊന്ന് ക്ഷമിക്കുക, മറന്നുപോയി, സത്യമായിട്ട് മറന്നുപോയി. എല്ലാവരും ഒന്ന് നോക്കണം കേട്ടോ. എന്ന് വെച്ചാൽ പിൻ ചെയ്തിട്ട് ചേച്ചി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വിചാരിക്കും ഈ ചേച്ചി എന്താ അത് ഇടാത്തതെന്ന്. പക്ഷേ അവരയച്ചു തരുന്നുണ്ട്, കമൻറ്റിൽ ഇടുന്നുണ്ട്, ഞാൻ നോക്കുന്നുണ്ട്, പക്ഷേ അത് കാണുന്നില്ല. അതെന്ത് മായാമന്ത്രം നടക്കുന്നതെന്ന് അറിയില്ല. ജാഫർ പറയുന്നുണ്ട് ഇതെന്നാടെ ഇങ്ങനെ പറ്റണേ, ഞാനും അയക്കുന്നുണ്ട്, പിന്നെ അത് കാണുന്നില്ല എന്ന്. അന്ന് കഴിഞ്ഞ പ്രാവശ്യം മോളുടെ അടുത്തുനിന്ന് പനി കിട്ടി, ഭയങ്കര ജലദോഷവും ഇതൊക്കെ. അതിനിടയ്ക്ക് കരച്ചിലും പിഴിച്ചിലൊക്കെ ആയ കാരണം കൊണ്ട് ശബ്ദം അങ്ങ് പോയി. ഈ ശബ്ദം ഒന്ന് ക്ലിയറായി വരണമെങ്കിൽ കുറേ ദിവസം എടുക്കും. ഞാൻ ഹായ് പറയാം കേട്ടോ, പറയുന്ന വീഡിയോ നാളെ ചെയ്യാവേ. അപ്പോൾ ഇനി ആർക്കെങ്കിലും ഹായ് പറയാനുണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്ന് വാട്സപ്പിൽ അയച്ചേക്കണം. പിന്നെ എന്തായിരുന്നു, ഇതിന് മുന്നേ മെസ്സേജ് ഇട്ടവർ ഒന്നും കൂടെ ഇടണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര മറവിയാണ്, ചിലതൊക്കെ അതിൽ നിന്ന് ഡിലീറ്റായി പോയോ എന്തോന്ന് അറിയില്ല. ഇട്ട ആൾക്കാരുണ്ടെങ്കിൽ ഒന്നും കൂടെ ഇട്ടേക്കണേ. പിന്നെ എന്തായിരുന്നു പറയാൻ വന്നേ, ഞാനൊരു ഒറ്റൊരു ഡൗട്ട് ചോദിച്ചോട്ടെ, ഒറ്റൊരു സംശയം. അത് ഞാൻ പരാതിയോ പരിഭവമോ ഒന്നുമല്ല. എനിക്കത് മോളെ ദേവിച്ചൊന്നും മിണ്ടായിരിക്കില്ല, ഇങ്ങോട്ട് വന്നേ, ദേവസിന് പറയാനുള്ള പറ. എന്തൊക്കെയുണ്ട്? ഇന്ന് ദേവസ് സ്കൂളിൽ പോയില്ല, എന്താ കാരണം? എന്നെ നോക്കുവോ? പൂച്ചക്കുഞ്ഞ് നോക്കുന്നല്ലേ, പറ എന്താ കാരണം? നല്ല വയറുവേദന. രാവിലെ ആയപ്പോൾ കുഞ്ഞിന് വയറ് വേദനയായിരുന്നു, അതുകൊണ്ട് അവൾ പോയില്ല. ഞാൻ പിന്നെ ടീച്ചർക്ക് മെസ്സേജ് അയച്ചു. പിന്നെ അത് കുഴപ്പമില്ല, നാളെ എനിക്ക് സ്കൂളിൽ പോകുമ്പോൾ ഇന്നുള്ള പരീക്ഷ പേപ്പർ നാളെ കിട്ടും. നാളെ കിട്ടുന്ന പരീക്ഷ പേപ്പർ നാളെ കിട്ടും. അതെ 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 കറക്റ്റ് എൻ്റെ മുന്നേ പറഞ്ഞത്. അതെ ടീച്ചർ പറഞ്ഞു കൊടുക്കും. ഇതിപ്പോൾ എനിക്ക് ദേവൂസാട്ടോ ഈ മുടി കെട്ടി തന്നെ. ഞാൻ മുടി ഇങ്ങനെ അഴിച്ചിട്ടേക്കുമായിരുന്നേ, ഇവളിങ്ങനെ സൈഡ് എടുത്തിട്ട് ക്ലിപ്പ് വെച്ച് കുടിക്കുക. പിന്നെ ഞാൻ അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ആരും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി ഒന്ന് സൈഡ് എടുത്തിട്ട് മുടി. ഞാൻ ഇങ്ങനെയായിരുന്നു ആദ്യം ചെയ്യാറ്, പിന്നെ ഇപ്പം ഞാനതൊന്നും ചെയ്യാറില്ല.
പിന്നെ അമ്മ ഇതൊന്ന് ചോദിക്കട്ടെ, എന്നിട്ട് നമുക്ക് സംസാരിക്കാവേ. എന്താണെന്നറിയോ, ഇപ്പം എനിക്ക് ഇന്ന് രാവിലെ ഒരു മെസ്സേജ് വന്നു നമ്മുടെ വാട്സപ്പിൽ. നമ്മുടെ സബ്സ്ക്രൈബറാണ്, എന്നെ ചേച്ചിയെ പോലെ കാണുന്ന ഒരാളാണ്, പേര് ഞാൻ പറയുന്നില്ല, എന്താ വെച്ചാൽ അവർക്കൊരു വിഷമാവും. വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ, ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. രാവിലെ ഞാൻ ആ വാട്സപ്പിൽ മെസ്സേജ് വന്നപ്പോൾ ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ചേച്ചി ഞാനിങ്ങനെ ആ ആളുടെ വീഡിയോ കണ്ടു, അതിൽ ഇങ്ങനെ പറഞ്ഞല്ലോ വീണയ്ക്ക് ഡിപ്രഷനാണെന്ന്. അതെനിക്ക് ഞാൻ മറന്നിട്ടില്ല. കുറച്ച് നേരത്തെ ജാഫറിനോട് ആ കാര്യം പറയുമ്പോൾ മറന്നുപോയി, ഇപ്പം എനിക്കത് ഓർമ്മയുണ്ടേ. അപ്പം ഡിപ്രഷനാണെന്ന് പറഞ്ഞു കേട്ടു ചേച്ചി, കേട്ടപ്പോൾ സങ്കടം തോന്നിയെന്ന്. അപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അതും ആരോടെ വന്ന് പറയുന്നത് എന്നോട്. അപ്പം ഞാൻ എന്തായിരിക്കും പ്രതികരിക്കുക? എൻ്റെ സ്ഥാനത്ത് നിങ്ങളോടാണ് ഇങ്ങനെ ഒരാൾ, കൂട്ടുകാരിയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരാൾ വന്ന് പറയുമ്പോൾ എന്തായിരിക്കും നിങ്ങൾ പറയുക? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതേ ഞാനും പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞു, അങ്ങനെ ഡിപ്രഷനോ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങോട്ട് കുറച്ച് വോയിസ് ഇട്ടു. ഞാൻ പറഞ്ഞു 3 മാസം, ഇപ്പം 3.5-4 വർഷമാവാനാവുന്നു മക്കളെ ഇട്ടിട്ട് പോയത്. പക്ഷേ ഈ 3.5 വർഷങ്ങൾക്ക് മുന്നേ ഇളയ കൊച്ചിന് ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 3 മാസം ആകുമ്പോഴേക്കും ഈ 2 കൊച്ചുങ്ങളെയും കൊണ്ട് ഒളിച്ചോടി പോയ ഒരാളാണ്. അതെന്താണെന്ന് വെച്ചാൽ പറയാൻ താല്പര്യമില്ല, എന്നാലും ഒന്ന് വിശദീകരിക്കണ്ടേ, അതിന് പറയാം കേട്ടോ. എന്നോടൊന്ന് ക്ഷമിക്കണേ, ഇഷ്ടമില്ലാത്ത ആൾക്കാർ, ഇത് പറയുന്ന ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഒന്ന് ക്ഷമിച്ചേക്കണം. എന്താണെന്ന് വെച്ചാൽ ദേവ് കാത് പൊത്തുക കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ലേ, 3.5 വർഷം മുന്നേ ഈ 2 മക്കളെയും കൊണ്ട് ഒളിച്ചോടുമ്പോൾ ഈ മക്കളെയും കൊണ്ട് ഒളിച്ചോടി എന്തിനാണെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിയായിരുന്നു. അതെന്ന് വെച്ചാൽ ആരൊക്കെ പറഞ്ഞു കൊടുത്തൊരു അറിവാണ് അവർക്ക്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. എന്താ വെച്ചാൽ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഒളിച്ചോടിയില്ലായിരുന്നെങ്കിൽ അന്ന് പോലീസ് പിടിച്ച് 2 പേരെയും ജയിലിടുമായിരുന്നു. അപ്പോൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഒളിച്ചോടിയെങ്കിൽ പോലീസ് പിടിക്കത്തില്ലല്ലോ. അങ്ങനെ ഈ പുള്ളിക്കാരിയുടെ ഭർത്താവ് ശിവദാസൻ എന്ത് കാണുന്നുണ്ടാവും, ശിവദാസൻ, കോന്നിയിലുള്ള ശിവദാസ്, അവരെ കുടുംബക്കാരെല്ലാവരും കൂടെ പോയിട്ട് കേസ് കൊടുത്തു, ഇങ്ങനെ എൻ്റെ കുഞ്ഞിനെയും കൊണ്ടാണ് ഒളിച്ചോടിയതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എത്രയോ ദിവസം കഴിഞ്ഞ് ഇവർ തിരിച്ച് മക്കളെ കൊണ്ടുവന്നു. ഈ മക്കൾ എന്തെല്ലാം അനുഭവിച്ചിട്ടുണ്ടെന്ന് ഈ മക്കൾ 2 പേരും, ഇളയ കുട്ടിക്ക് അത്ര ക്ലിയറായിട്ട്, മൂത്ത കുട്ടി ഇപ്പോൾ 8ാം ക്ലാസ് പഠിക്കുന്ന മോനാണ്. ആ കുട്ടി പറഞ്ഞത് അതിൻ്റെ അച്ഛനോടും അതിൻ്റെ വീട്ടുകാരോടും പറഞ്ഞ ഓരോ വാക്കുകൾ കേട്ടിട്ട് അവരിരുന്ന് കരഞ്ഞിട്ടുണ്ട്. അത് ഞാൻ അറിയണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവർ 2 പേരും ഇതുങ്ങളെ കൊണ്ടുപോയിട്ട് ഒരു റൂമിലിട്ട് അടക്കി പോലും മര്യാദയ്ക്ക് ഭക്ഷണം കൊടുക്കില്ല. എന്നിട്ട് കുഞ്ഞുങ്ങൾ ഒരുപാട് പീഡനം സഹിച്ചിട്ടുണ്ടായിരുന്നെന്ന്. ഇവർ 2 പേരും കൊച്ചുങ്ങളെ വേറൊരു മുറിയിലിട്ട് അടച്ചിട്ട് ഇവർ 2 പേരും ഒറ്റ പോക്കാം, എന്നിട്ട് വൈകുന്നേരം വരുള്ളൂ. ഈ കുഞ്ഞുങ്ങൾ ആ പരിചയമില്ലാത്ത സ്ഥലത്ത് ഫ്ലാറ്റിൽ റൂമിലാണെന്ന് ആ മക്കൾ പറഞ്ഞ കാര്യങ്ങളാട്ടോ. ഒരുപാട് സഹിച്ചിട്ടുണ്ടായിരുന്നു ആ മക്കൾ. തിരിച്ച് വന്നതിന് ശേഷമാണ് അച്ഛനോടും അവരെ വീട്ടുകാരോടും ഈ മക്കൾ പറയുന്നത്. എന്നിട്ടും അതും ഹാർട്ടിന് ഓപ്പറേഷൻ കഴിഞ്ഞൊരു കുഞ്ഞാണ്. എത്രാമത്തെയോ ഓപ്പറേഷനാണ് ആ കുഞ്ഞിന് കഴിഞ്ഞത്. അന്ന് ഈ മക്കളെ ശിവദാസ് കൊണ്ടുപോയപ്പം ഡിപ്രഷൻ ഇല്ലായിരുന്നോ വീണയ്ക്ക്? അറിയാത്തോണ്ട് ചോദിക്കുക കേട്ടോ. ഈ എന്നതിന് ശേഷം അവൾക്കൊരു കുഞ്ഞ്, 3ാമത്തെ ജിനുവിനല്ലാതെ ഒരു കുഞ്ഞുണ്ടായി വീണയ്ക്ക്. അന്ന് ഈ സ്വന്തം മക്കളെ ആലോചിച്ച് ഡിപ്രഷൻ ഇല്ലായിരുന്നോ? ഇപ്പോൾ ഒരാൾ സഹായത്തിനും ഹെൽപ്പുമായിട്ട് ഒരു സപ്പോർട്ട് ചെയ്യാൻ ഒരാളുണ്ടെന്ന് അറിഞ്ഞപ്പം എന്തൊക്കെ കഥകളാണ് വരുന്നത്. ഞാനാണ് ജീവിതം നശിപ്പിച്ചത്, വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കിയപ്പം, പെരുവഴിയിലായപ്പം എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ കാരണമാണല്ലോ അവളുടെ ജീവിതം പോയെന്ന് അറിഞ്ഞപ്പം പുള്ളി വിളിച്ചോണ്ട് പോയതാണ്. എന്താണ് കഥ അല്ലേ? സൂപ്പർ കഥയാണ് ഇത്. തിരക്കഥ എഴുതുകയാണെന്ന് വെച്ചാൽ നല്ലൊരു സിനിമ ചെയ്യാൻ പറ്റും. ഇതൊന്നും പറയാൻ താല്പര്യമില്ല, പക്ഷേ ഇന്ന് രാവിലെ എനിക്ക് ആ ഒരു മെസ്സേജ് വന്നതിൻ്റെ മറുപടിയും കൂടിയാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് രാവിലെ ആ കൊച്ച് ഇങ്ങനെ, ചേച്ചി ഇങ്ങനെയാണല്ലോ, എനിക്ക് വിഷമായിരുന്നു. അപ്പം ഞാൻ ചോദിച്ച കാര്യങ്ങളാണ്. ഈ മക്കളെ ഇട്ടിട്ട് അന്ന് കൊണ്ട് ഒളിച്ചോടി അതിനുശേഷം ഭർത്താവ് കൊണ്ടുപോയപ്പം ഡിപ്രഷൻ ഇല്ലായിരുന്നോ? അന്നില്ലായിരുന്നോ? ഇപ്പോഴും എന്താ പറയുക, ഈ 3-4 വർഷം ആയപ്പോഴാണോ ഡിപ്രഷൻ ആവുന്നത്? ഇപ്പം വേറൊരു കുഞ്ഞില്ലേ, ആ കുഞ്ഞിപ്പോൾ കയ്യിലുള്ളപ്പം ഡിപ്രഷനാണോ ഉള്ളത്? എന്നിട്ടാണോ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്നിട്ട് മേക്കപ്പും ലിപ്സ്റ്റിക്കും അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് അല്ലേ? ഇങ്ങനെയുള്ള മേക്കപ്പ് ഇതെല്ലാം ഇട്ടിട്ട് വന്നിട്ട് ഭയങ്കര സെൻറ്റിമെൻസും പ്രേമമൊക്കെ വീഡിയോസ് ചെയ്യുന്ന ഡിപ്രഷനുള്ള ആളാ ആണോ? ചിരിപ്പിക്കില്ലേന്നോ? ആണോ? ഞാൻ അറിയാത്തതുകൊണ്ട് ചോദിക്കുക. എന്താ വെച്ചാൽ ഞാൻ ഇതിന് മുന്നേ 3.5 വർഷം മുന്നേ ഞാൻ എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു.
അന്നൊന്നും എനിക്ക് വേണ്ടി പറയാൻ ഡിപ്രഷനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് അവസ്ഥ എന്ന് പറയാൻ ആരും ഇല്ലായിരുന്നു. ഞാൻ പോവുകയാണെന്ന്, പോയിട്ട് വാ. നമ്മൾ ഓരോന്ന് മറക്കാൻ നേരത്ത് ഓരോന്ന് ഓർമ്മിപ്പിച്ച് വരുക. എനിക്കിതൊന്നും പറയാൻ താല്പര്യമില്ല, പക്ഷേ ആ പറഞ്ഞ കുട്ടിക്കുള്ളൊരു മറുപടിയാണ്. അപ്പം ഞാൻ ഈ പറയുന്ന പോലെ ആയിരിക്കില്ലേ നിങ്ങൾ ആരും പറയുക അല്ലേ? എന്നിട്ട് ഞാൻ പറയുന്ന അങ്ങനെ ആ വീഡിയോ കണ്ടതിൽ പോയിട്ട് പറ, സങ്കടം തോന്നുന്നു വീണയുടെ കാര്യം ആലോചിച്ചിട്ടെന്ന്. അപ്പോൾ അവിടെ മറുപടി അവർ തന്നോളും. എന്തിനാ എന്നോട് പറയുന്നേ? എന്നോടിത് പറയേണ്ട കാര്യമില്ല. അതേ സ്ഥാനത്ത് നിങ്ങൾ ഹസ്ബൻഡാണ് ഇതുപോലെ ചെയ്തെങ്കിൽ ഞാൻ വന്നിട്ട് ഇതുപോലെ പറയുകയാണെങ്കിൽ എന്നോട് ഞാൻ പറഞ്ഞ സെയിം മറുപടിയേ പറയുള്ളൂ, അല്ലാതെ അവർക്ക് സപ്പോർട്ട് ചെയ്ത് പറയില്ല എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അതിന് പറഞ്ഞ് എൻ്റെ പേര് പറയരുത്. ഞാൻ പറഞ്ഞ പേര് പറയില്ല. ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് ക്ലിയർ ആയിട്ട് മറ്റുള്ളവരെ ഉപദേശം കൂടെ എനിക്ക് അറിയണ്ടേ എന്താ പറയാന്നുള്ളത്. അപ്പോൾ ഞാൻ ഒറ്റ കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഇത് പറയാനും ചോദിക്കാനും താല്പര്യമില്ല. അവളുടെ കുഞ്ഞുങ്ങളെ കാണാൻ അവൾക്ക് ഡിപ്രഷനാണ്, അവൾക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടാണെന്ന് പറയണം. അപ്പം മോളുടെ അപ്പൻ എന്ന് പറഞ്ഞൊരു വ്യക്തി അയാളുടെ കൂടെ ജീവിക്കുന്നുണ്ട്. ഈ സ്ത്രീ അവരുടെ മക്കളെ ആലോചിച്ച് ഡിപ്രഷൻ അടിക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ എൻ്റെ മോളുടെ അപ്പനോട് എന്തുകൊണ്ട് പറഞ്ഞു കൊടുത്തില്ല ഈ 3-4 വർഷം മുന്നേ? നിങ്ങളെ കുഞ്ഞിനെ പോയി കാണണം കേട്ടോ, നിങ്ങൾ എൻ്റെ ഒരു അവസ്ഥയിൽ നിങ്ങളാവരുത്, നിങ്ങളിടയ്ക്ക് പോയിട്ട് നിങ്ങളെ മോളെ കാണണം കേട്ടോ എന്ന് പറഞ്ഞു കൊടുത്തില്ല? അപ്പം നിങ്ങൾക്കൊരു ന്യായം, ഞങ്ങൾക്ക് വേറൊരു ന്യായം. ഞാനും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ മോളുടെ ഓരോ പിറന്നാളിനും മോൾക്ക് ഓരോ വിശേഷമുള്ള സമയങ്ങളിലൊക്കെ ഒന്ന് വിളിക്കാൻ, എൻ്റെ മോളെ കാണാൻ വന്നിരുന്നെങ്കിൽ എന്നൊരമ്മ ആഗ്രഹിക്കുന്ന പോലെ ഞാനും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് പേടിയുള്ളത് കൊണ്ടാണ് ആ വ്യക്തിയെ നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു വിടാത്തത് എൻ്റെ മോളടുത്തേക്ക്. എനിക്കൊരിക്കലും എന്നിൽ നിന്ന് കിട്ടാത്തത് നിങ്ങളിൽ നിന്ന് കിട്ടുന്നതുകൊണ്ടാണല്ലോ നിങ്ങളുടെ അടുത്തേക്ക് അങ്ങോട്ട് വന്നത്. അപ്പോൾ ആ വ്യക്തിയെ എനിക്ക് തിരിച്ചു പിടിക്കാനോ ഒന്നും ഞാൻ വരുന്നില്ല, ഞാൻ വരുത്തുമില്ല. പക്ഷേ സന്തോഷമായിട്ട് ജീവിക്കട്ടെ. ഞാനും എൻ്റെ മോൾ ഇവിടെ ജീവിക്കുന്നുണ്ട്, നിങ്ങൾക്കൊരു പരാതിയും പരിഭവമായിട്ട് ഞാൻ വരുന്നില്ല. പക്ഷേ ഞാനെന്ന് വന്നത് അഡ്രസ്സിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ നിങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടി വന്നതല്ല. അന്നും നിങ്ങൾ എന്നോട് പെരുമാറി എന്താണെന്ന് എല്ലാവരും കണ്ടൊരു കാര്യമാണ്. അന്നേത്തെ ഒരു ദേഷ്യത്തിന് പുള്ളി പറഞ്ഞു പോയതായിരിക്കാമെന്നും പറഞ്ഞ് വേറൊരാൾ മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു മെസ്സഞ്ചറിൽ, ഫേസ്ബുക്കിൽ. അപ്പം ഞാൻ ചോദിച്ചത്, എത്ര ദേഷ്യത്തിലാണെങ്കിലും അത് പുള്ളിയുടെ വായിന്ന് പുള്ളി ആയിട്ട് പറയാന്ന് വെച്ചാൽ കുഴപ്പമില്ലായിരുന്നു അല്ലേ? ഇത് കൂടെ നിൽക്കുന്ന കാമുകിയായ സ്ത്രീ പറയുക, എടോ ഇത് തൻ്റെ കുഞ്ഞാണോടോ എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇത് എൻ്റെ കുഞ്ഞല്ല, എനിക്ക് DNA തെളിയിക്കണമെന്ന് അല്ലേ? അന്ന് എൻ്റെ മോളും ഞാനും എന്തുമാത്രം വേദനിച്ചെന്നുള്ളത് കണ്ടു നിന്ന ദൈവത്തിനും അനുഭവിച്ചു എനിക്കും. പിന്നെ ഒരുപാട് ജനങ്ങൾ കണ്ടപ്പോൾ അവരും മനസ്സിലാക്കി ആ വേദന എന്താണെന്നുള്ളത്. അപ്പോൾ ഇതൊന്നും ഞാനിപ്പോൾ എന്നെ ഒന്ന് ഓർമ്മിപ്പിച്ച് പറയിപ്പിച്ചതാണ് മറ്റൊരാൾ. അപ്പോൾ എനിക്ക് പറയാനുള്ള മറുപടി ഇതാണ്. ഞാൻ പേര് പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. എന്താ വെച്ചാൽ ഞാൻ കാരണം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവരുത്, നിങ്ങൾക്ക് വിഷമാവരുത്. പിന്നെ എന്താ, ഒരുപാട് സംഭവങ്ങൾ തെളിവായിട്ട് കൊണ്ടുവരാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനും ഓൾ ദ ബെസ്റ്റ്. ഞങ്ങളതായ സന്തോഷവും ഇതായിട്ട് ഞങ്ങൾ ജീവിച്ചു പൊക്കോട്ടെ. നിങ്ങൾക്ക് ഒരു ദ്രോഹമായിട്ട് ഞങ്ങൾ വരുന്നില്ല. പിന്നെ എന്താ പറയാനുള്ളത്? ഇതൊക്കെ ഇത്രയേ പറയാനുള്ളൂ. അപ്പം അയ്യോ ജാഫർക്ക് അത് മറന്നു പോയിട്ടോ, നിങ്ങളൊന്ന് നോക്കണേ. വാ പൊന്നു വാ, കഴിഞ്ഞു ഇനി ദിവസം വാ. ദിവസം വാ, കഴിഞ്ഞു ദിവസേ ഒരു പാട്ട് പാടിക്കേ. പാട്ട് പാട്. ഏതാണെന്നറിയോ? ഉമ്പായി കുച്ചാണ്ടല്ലേ? എപ്പോൾ നോക്കിയാലും ഒരു ഉമ്പായി കുച്ചാണ്ട്. പാടാവോ ഞാൻ പറയുന്നത്? ഇത് ഈ പാട്ടൊക്കെ ഭയങ്കര സങ്കടങ്ങളൊക്കെ വരുന്ന പാട്ടാണ്. അയ്യോ വേണ്ടേ, ഇങ്ങോട്ട് വാ, ഞാൻ പാടത്തെ. ദേവുന് ഓർമ്മയുണ്ടാവും ഈ പാട്ട്? ദേവൂസേ നഴ്സറിയിൽ മോള് 6 മാസത്തിലുണ്ടായ കുഞ്ഞാണല്ലോ. അപ്പോൾ നഴ്സറിയിൽ കുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞ് നമ്മൾ ഓരോ ദിവസവും ചൂട് കൊടുക്കാൻ പോകും. അപ്പം ഡോക്ടർ പറയും പാട്ട് പാടി കൊടുക്കണം, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പ്രേമിക്കുന്ന ടൈമിൽ കോമഡി എക്സ്പ്രസ് എന്ന് പറഞ്ഞ പ്രോഗ്രാമുള്ള ടൈമിൽ പാടിയൊരു പാട്ടാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടം. എന്നിട്ട് അത് ആശുപത്രിയിൽ ഇരുന്നപ്പം
എനിക്ക് എഴുതിയിട്ടൊരു ഇതിൽ തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിതിങ്ങനെ മനസ്സിൽ പാടിയിട്ട് ദേവൂസിന് ചൂട് കൊടുക്കുന്നതിന് മുന്നേ ഇങ്ങനെ ഇതിൽ കിടത്തിയിട്ടുണ്ടായിരുന്നു. ഒരിതുപോലെയുള്ള ഒരു ഇതിൽ ഇങ്ങനെ കിടത്തുമല്ലോ. അപ്പം നമ്മൾ പോയി പിന്നെ വയറും അതും ഇതൊക്കെ ഒരുപാട് ട്യൂബും വയറൊക്കെ മേലെ ആയതുകൊണ്ട് നമുക്ക് അന്നേരം ചൂട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ 3-ാമത്തെ 4-ാമത്തെ ദിവസം ഞാൻ പോയി കാണുക. അപ്പോൾ ഡോക്ടർ പറഞ്ഞായിരുന്നു, തമിഴ് ഒരു ഡോക്ടറാണ്, നല്ലൊരു ഡോക്ടറായിരുന്നു. അമ്മ പാട്ട് തരുമാ, പാട്ട് പാടിക്കൊടുങ്ക, അപ്പം പാപ്പാ നോക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ തമിഴ് ശരിയാണോ എന്നറിയില്ല കേട്ടോ. അപ്പം ഞാൻ പാടിക്കൊടുത്തൊരു പാട്ടുണ്ട്, പാടട്ടെ അമ്മ? യഹൂദയായിലെ ഒരു ഗ്രാമത്തിൻ താരകരാജകുമാരികളോടൊത്തു തിങ്കൾ കലപാടും ഹോറിയായി. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ രാപ്പാർത്തിരുന്നു രജപാലകർ താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു, തേജസ് മുന്നിൽ വന്നു, അവർ ബദ്ലഹേമിൽ വന്നു. രാജാതിരാജന്റെ പൊൻതിരുമുമ്പിൽ അവർ കാഴ്ചകൾ വെച്ചു വണങ്ങി. യൂദിയായിലെ ഒരു ഗ്രാമത്തിൽ അയ്യോ അയ്യോ. എന്തായിരുന്നു പാട്ടുണ്ടായിരുന്നു? ഞാൻ ഒരു ദിവസം ഡാൻസ് കളിച്ചു റോട്ടില്. അതല്ല ഏതൊരു പാട്ടുണ്ട്. അയ്യോ, ഞാൻ നേരത്തെല്ലാം ഓർമ്മിച്ച പാട്ടാത്. അത് നീയർക്ക് വേണം. അതല്ല, അയ്യോ എനിക്ക് ഓർമ്മ കിട്ടുന്നത്. ഒരു ദിവസം ഞാൻ ഒരു അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പാടാട്ടോ. ആ പാട്ടൊന്നും മറന്നുപോയി. ഈ ക്യാമറ ഇങ്ങനെ ഇളകുന്നുണ്ട്, അതുകൊണ്ട് അത് ട്രെയിൻ പോകുമ്പം ഈ തറ ഇങ്ങനെ ഇളകുക കേട്ടോ. അതുകൊണ്ടാണ് ദാ ഷേക്കായി തറ ഇളകുന്നതിൻ്റെ ഇതാട്ടോ. എൻ്റെ പൊന്നെ, കഴിഞ്ഞു നിന്നു. ഇതാണ് അവസ്ഥ. ഇതെന്നാ ഇതുപോലെ പടപട പടമെന്ന് പറഞ്ഞ് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്നില്ല. ഇനി ദൈവം ഇഷ്ടമല്ല വേറെ എന്ന കുഞ്ഞത്തി പാടുന്നത്. ഒരു ദിവസം ഞാനേ കുഞ്ഞപ്പ അമ്മ സിനിമയ്ക്കെല്ലാം പോകുമ്പോ ഡാൻസ് അല്ല പാട്ട് വന്നാൽ ഞാൻ സിനിമയ്ക്ക് ഇങ്ങനെ നോക്കിയിരിക്കും. അടി വീഴുമ്പോ ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുന്നു. ഏതായിരുന്നു ഏത് സിനിമയായ പാട്ടായി? ഒരു ദിവസം സിനിമയ്ക്ക് പോയില്ല, അപ്പായി ഞാനും അമ്മയും കൂടി ഈ കാലം കൂടി അങ്ങ് പോയില്ലേ. അതേതാ ഇവളേത് പാറടോ? അമ്മ കഴക്കൂത്ത് അവിടെ ഒരു ദിവസം സിനിമയ്ക്ക് പോയില്ലേ. ആർക്കറിയാവുന്ന മാമന്റെ ഇപ്പത്തൊരു ഇതില്ലേ. ഒരു ദിവസം വീഡിയോ ഇട്ടായിരുന്നു. സിനിമ കൊള്ള എന്തായിരുന്നു, എന്താ പേര് സിനിമയുടെ? ഗരുഡൻ സിനിമയോ? ഗരുഡൻ സിനിമ കഴിഞ്ഞ പ്രാവശ്യമല്ലേ പോയി കണ്ട? അതെങ്ങനെയാ പിന്നെ മെഞ്ഞാന്ന് നിന്റെ അപ്പനുണ്ടാവുന്നേ? അമ്മ അതിൻ്റെ ഒരു ദിവസം ഉണ്ടായിരുന്നു. ഒരു ദിവസം ഞാൻ കുഞ്ഞായപ്പോൾ ഒരു ആൻറ്റി എന്തോ പറഞ്ഞ് ഒരു അടുത്തുള്ള വീഡിയോ കുഞ്ഞായപ്പോൾ അമ്മ എന്നിട്ട് ദേവൂലേ കുഞ്ഞായപ്പേ സിനിമ ഞാനും ഓർത്തെടുക്കുവാടോ. ഓർമ്മ വരുന്നില്ല. അപ്പൊ ദൈവന് ഇഷ്ടമുള്ള ഒരു മിനിറ്റ് ക്യാമറ ഇല്ലേ, ക്ലിപ്പ് ക്ലിയർ ആയി. ദൈവത്തിന് ഇഷ്ടമുള്ള വേറെ പാട്ട് പാടുന്നേ. അമ്മ കുഞ്ഞപ്പനെ പാടുന്നൊരു പാട്ടില്ലേ? ഏതാടാ? കുഞ്ഞപ്പൻ പാടുന്ന പാട്ടാ.
കിടാവോ നല്ല കോമള താമര പൂവോ പൂവിൽ നിറഞ്ഞ മധുവോ പാരി പൂർണേന്ദു തൻ്റെ നിലാവോ. ശബ്ദം വല്ലാതെ പോയേക്കോ. ദേവന് വേറെ ഇഷ്ടമുള്ള പാടിക്കണ തന്നെ. അയ്യോ സിനിമ പാട്ടായാലും എനിക്ക് മേല. എന്നാ സ്കൂളിലെ പാട്ട് പാടും. അത് അയ്യോ വേണ്ട 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 വേണ്ട. അത് ചേപ്പലം രാഹിക്കുക. ഇതിന് മുന്നേ പാടിയോ? വേറെ ഏതാ? നീ കണ്ണാന്ന് പാട്ട ഞാൻ പുതിച്ചേ അന്നാണ് നന്ദ ഞാൻ പുതിച്ചേ അന്നാനടി അന്നര അന്നാനോ കണ്ണാന് പറ്റ ഞാൻ പൊതിച്ചേ അന്നാണ് ഞാൻ പൊതിച്ചേ അന്നനടി അന്നര എനിക്ക് വേറൊരു പാട്ട് കിട്ടി. നമുക്ക് പ്രായല്ല. കടുകു തുറക്കുമ്പോ കഥപതിയായ കഥമതിയാരെ ആരേ അരെ അരെ രണ്ടാരെ അരെ അരെ അത് റാപ്പിനെ കുത്തുന്ന അല്ല ഇന്ന് രാത്രി ഞാന് ഈ പാട്ടെടുത്ത് നോക്കി വെച്ച് ആ പാട്ടമ്മേനെ ഞാൻ രാത്രി കേൾപ്പിച്ച് കിടക്കുവായിരുന്നു. കടുകു തുറക്കുമ്പോ ഗണപതിയായ ഗണപതി. അയ്യോ എൻ്റെ ദേവു ചുമ്മാ. അപ്പോൾ എന്താ പറയാ, പിന്നെ ഒരു കാര്യം കൂടെ അമ്മ പറഞ്ഞോട്ടെ, എന്നിട്ട് നമുക്ക് അങ്ങ് നിർത്താം. ഇവിടെ ഇരിക്കടോ. ഒറ്റ കാര്യം പറഞ്ഞോട്ടെ. ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ആത്മഹത്യ ചെയ്യും, ഞാൻ ആത്മഹത്യ എന്നൊക്കെ അയ്യോ ഞാൻ ഇത് വേറെ പറയുക. ഇങ്ങനെ പറഞ്ഞു, 2 പേരെടുത്ത് ഞാനങ്ങനെ പറഞ്ഞു, അത് തെളിവ് എൻ്റെ കയ്യിലുണ്ടെന്നൊക്കെ പറഞ്ഞു. ഈ പുള്ളിക്കാരി പറയണ കേട്ടിട്ട് എന്നെ വിളിച്ച് ഇതുപോലൊക്കെ അന്നത്തെ ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് കോള് വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാൻ ഇങ്ങനെ ചെയ്യണമെന്നുള്ളത്. ആ ഒരു അവസ്ഥയിൽ നമ്മൾ പറഞ്ഞു പോകും അല്ലേ. അന്ന് ആരൊക്കെയാണ് വിളിച്ചത്, എനിക്ക് ഒത്തിരി കോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം കേട്ടോ. ആ ആൾ പറയുന്നതും കേട്ടിട്ട് ഇങ്ങനെ വന്ന് കോള് റെക്കോർഡ് ചെയ്ത് അവർക്ക് അയച്ചു കൊടുക്കുന്നത് മഹാപാവമാണ് നിങ്ങൾ ചെയ്യുന്നത്. ഞാനും എൻ്റെ കുഞ്ഞും ഈ അവർ പറയണേട്ടിട്ട് ഞങ്ങളെ വിളിച്ച് നിങ്ങളിത് റെക്കോർഡ് ചെയ്ത് പോകുന്നത് ഒരിക്കലും ദൈവത്തിന് നനയ്ക്കാത്തൊരു കാര്യമാണ്. ഞങ്ങൾ അറിയുന്ന പോലുമില്ല നിങ്ങൾ ആരാ വിളിക്കുന്നതെന്ന് അല്ലേ. അല്ലാതെ എത്രയോ പേര് ഞങ്ങളെ വിളിക്കുന്നുണ്ട്, നല്ല നല്ല സ്നേഹമുള്ള ആളുകൾ, ഓരോ കാര്യങ്ങളും തിരക്കിയിട്ട്. എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന? മഹാപാവമല്ലേ ഈ ചെയ്യുന്നത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോടൊന്നല്ല വേറെ ആരോടും ഇങ്ങനെ ചെയ്യരുത്. മഹാപാവമാട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കറിയില്ല, എന്നാലിപ്പോൾ ഓർമ്മ വന്നപ്പം പറഞ്ഞാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞ് ഞങ്ങൾ നിർത്തുകയാണ്. നാളെ ഹായ് പറയുന്ന വീഡിയോ ചെയ്യാം. അതുപോലെ ഇതിന് മുന്നേ ഹായ് പറയാൻ വേണ്ടി വോയിസ് മെസ്സേജ് എനിക്ക് അയച്ചിട്ടുണ്ട്, എനിക്ക് ഒന്നും കൂടെ അയക്കണം കേട്ടോ. ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും കേട്ടിട്ട് ഇവള് പിന്നെ ഇത് തന്നെയാണോ പറയണതെന്ന് ചിന്തിക്കരുത്. ഇനി ഒരിക്കലും സങ്കടപ്പെട്ട് കരഞ്ഞിട്ട് എന്തായാലും ഹായ് പറയുന്ന വീഡിയോ എടുക്കും. കൊതുക് പോവുക. അപ്പോൾ ഒരിക്കലും കരഞ്ഞ് വീഡിയോയിൽ വന്ന് പറയരുത്, സങ്കടപ്പെട്ട് വീഡിയോ ചെയ്യരുതെന്നൊക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങളുടെ ചിരിയും സന്തോഷവും കാണാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വീഡിയോ കാത്തിരിക്കുന്നത് ഞങ്ങൾക്കറിയാം. അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം ദേവൂസ് ആ ചിക്കൻ കഴിക്കുമ്പോൾ ആദ്യം ദേവൂസ് ചിക്കൻ ഇങ്ങനെ കടിച്ചപ്പോൾ പൊള്ളിയില്ല, മുകൾ വശമല്ലേ. രണ്ടാമതേയും കടിച്ചപ്പോൾ പൊള്ളിയില്ല. 3ാം തവണ അമർത്തി കടിച്ചപ്പോൾ കുഞ്ഞിന് പൊള്ളി വായ. പാവം കോമാളിത്തരല്ല ദേവൂസ് കാണിച്ചത്. നന്നായിട്ട് പൊള്ളിയപ്പോൾ കുഞ്ഞ് അങ്ങനെ ആക്കി. അവൾ അന്നേരം അതിനിടയ്ക്ക് ആരെയും കാണുമോ നോക്കിയിട്ട് ഡാൻസും ചെയ്യുന്നുണ്ട്. പാവമുണ്ട്. ഈ കുഞ്ഞിനൊക്കെ എന്തിനാന്നേ കോമാളിത്തരം കോപ്രായത്തരം കാണിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്
പറഞ്ഞിട്ട് കഷ്ടമുണ്ട്. ഞാൻ പറഞ്ഞ കഴിക്കുക ആദ്യം പറഞ്ഞ കഴിക്കുന്ന പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഓപ്പൺ ചെയ്തു. അന്നേരം കുഞ്ഞ് ആദ്യം പയ്യെ കടിച്ചു, രണ്ടാമതേം പയ്യെ കടിച്ചു. അപ്പം കുഞ്ഞ് പാവം അഡ്ജസ്റ്റ് ചെയ്തിട്ട് അത് ആരോ കമൻ്റ് ഇട്ട് പാവം ദിവസം പൊള്ളിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അവൾ ഡാൻസിൻ്റെ സ്റ്റെപ്പ് കളിക്കുന്നുണ്ട്, ആരെങ്കിലും നോക്കുന്നുണ്ടോ നോക്കിയിട്ട് പോലും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നെഗറ്റീവ് ഇടുന്നവർ നിങ്ങളിട്ടോ, എന്താ വെച്ചാൽ അത് ആരായിരുന്നു പറയുക, നെഗറ്റീവ് പറയുന്നവർ പറയട്ടെ തനു, നമുക്ക് വ്യൂവേഴ്സ് കൂടുമെന്ന് സന്തോഷമേ ഉള്ളൂ. ഇനി എത്ര നെഗറ്റീവ് ഇട്ടാലും ഒന്നിനും തളരില്ല, സങ്കടപ്പെടുകയില്ല. അപ്പോൾ എന്താ വെച്ചാൽ മാക്സിമം നമ്മൾ ആരെയും ദ്രോഹിക്കാതിരിക്കുക. അഥവാ നമ്മൾ സ്നേഹിച്ചിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വിളിച്ച് പറയാതിരിക്കുക. അതൊക്കെ അങ്ങനെയൊക്കെ വിളിച്ച് പറയുമ്പോൾ അതൊക്കെ വല്ലാത്തൊരു വേദന ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. പിന്നെ എന്താ, ഇത്രയൊക്കെ പറഞ്ഞ് ഞാൻ ബോറടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ. എൻ്റെ സഖിയേട് കൊണ്ടല്ല, അതൊന്ന് പറഞ്ഞ് ക്ലിയർ ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ക്ലിയർ ചെയ്തത്. അപ്പോൾ നാളെ ഞങ്ങൾ ഹായ് പറയുന്നൊരു വീഡിയോ ചെയ്യും. എന്നിട്ട് മറ്റന്നാൾ മുതൽ ഞങ്ങൾ കുക്കിംഗ് വീഡിയോ ചെയ്യും. പിന്നെ 23-ാം തീയതി നമ്മൾ ഫുഡ് കൊടുക്കുന്ന അവരോട് ചോദിച്ചിട്ട് സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ വീഡിയോ എടുക്കുള്ളൂ. അത് കമൻറ്റ് ഞാൻ കണ്ടു, തനു അത് അവർക്ക് ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ വേണം എടുക്കാൻ, അത് അവരോട് ചോദിക്കണം. അങ്ങനെ അവർക്ക് അത് പറ്റില്ല എന്ന് പറയുക വെച്ചാൽ വീഡിയോ എടുക്കില്ല. പക്ഷേ ഫുഡും കൊണ്ട് അവിടെ എത്തി എന്നുള്ളത് പുറത്തുനിന്ന് നമുക്ക് വീഡിയോ ചെയ്തിടാമല്ലോ. നമ്മുടെ സന്തോഷം കൊണ്ടാട്ടോ, അല്ലാതെ ഒരു പ്രഹസനമായിട്ട് കാണരുത്. എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുമ്പോൾ അതുപോലെ വേറെ ആരെങ്കിലുമൊക്കെ പോയിട്ട് അങ്ങനെ ആ മക്കൾക്ക് ഫുഡ് കിട്ടുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ ആഗ്രഹം കൂടിയാണ്. അപ്പോൾ എന്തായാലും അവരോട് ചോദിച്ചിട്ട് ആ വീഡിയോ എടുത്തിട്ട് അങ്ങനെ ഇടുകയുള്ളൂ കേട്ടോ. അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട, അവർക്കൊന്നും ആർക്കും ഒരു ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ ഞങ്ങളൊന്നും ചെയ്യൂല എല്ലാ ദിവസം. അപ്പോൾ പിന്നെ എന്താ, എപ്പോഴാണ് പിറന്നാൾ പറഞ്ഞു? ഇവിടെ ഡിസംബർ അപ്പോൾ എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളെ സ്നേഹിച്ച്. എനിക്കില്ലേ നമുക്ക് ഇത്ര വ്യൂവേഴ്സ് ആയിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ബിന്ദു ചേച്ചിയുടെ ഒക്കെ ഇതിൽ കണ്ട് നമ്മളെ യൂട്യൂബിൽ ഇത്ര കെ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഫോട്ടോസ് ഇട്ടിട്ട് അല്ലെങ്കിൽ 65K 70 എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇടുന്നുണ്ട്. പക്ഷെ അതൊന്നും എനിക്കിതിൽ ഇടാൻ അറിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ദേവു എന്തൊക്കെ കാണിക്കുക, അതുകൊണ്ടാട്ടോ ഞാനത് ഇടാത്തത്. എനിക്ക് അറിയത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം ദേവിൻ്റെ ഒരു ഫോട്ടോ പോലും യൂട്യൂബിൽ ഇടാൻ നോക്കിയിട്ട് എനിക്കത് പറ്റിയിട്ടില്ല. പിന്നെ നമ്മളെ യൂട്യൂബ് എല്ലാം നോക്കുന്ന ആ പയ്യൻ്റെ അടുത്ത് ഞാൻ ഫോട്ടോസ് അയച്ചിട്ട് അവനെ കൊണ്ട് അടിയിച്ചത് കേട്ടോ. എനിക്കറിയത്തില്ലേ. പിന്നെ ലൈവ് വരണം എന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നേ. ലൈവ് വരണം എന്ന് ആഗ്രഹം, പക്ഷെ മുൻകൂട്ടി നമ്മൾ പറഞ്ഞാലേ അല്ലേ ആ സമയമാകുമ്പോഴേ നിങ്ങൾ വന്ന് നോക്കുകയുള്ളൂ അല്ലേ. അപ്പോൾ നോക്കട്ടെ, ഈ അടുത്ത് തന്നെ ലൈവ് വരാൻ ഞാനും ദിവസം ശ്രമിക്കും അല്ല ദിവസം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വേറെ കണ്ടന്റ് എന്താ അങ്ങനെയുണ്ടോ, ഞങ്ങളതായ ഇതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അടുത്ത മാസമൊക്കെ നമുക്ക് നല്ല വീഡിയോകൾ പ്രതീക്ഷിക്കാം. നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന പോലെയുള്ള വീഡിയോസ് ഞങ്ങൾ ചെയ്യും. അത് ഒത്തിരി സന്തോഷം നിങ്ങൾക്കുണ്ടാകും. എനിക്ക് സന്തോഷം ഉണ്ടെങ്കിൽ അതിനപ്പുറം നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ. അപ്പം പുതുവർഷം ആകുമ്പോൾ നമുക്ക് നല്ല പിന്നെ 20-ാം തീയതി അല്ലേ 21-ാം തീയതി ജിമ്മിൽ നമ്മുടെ ക്രിസ്മസിന്റെ പ്രോഗ്രാമാണ് 21-ാം തീയതി. ജിമ്മില് പോയത് അമ്മൂമ്മ ആക്കിയിട്ട് ഇന്നലെ അമ്മ പറയാ വന്നിട്ട് എന്താ ദേവോ നീ വന്ന് വീഡിയോ കാണാതാ എന്താ സന്തോഷം കയറിയിട്ട് സമ്പത്തി അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ ഗെയിം ഉണ്ടായിരുന്നല്ലോ. ഇന്നലെ ഒരു ചെറിയൊരു മത്സരം ഉണ്ടായിരുന്നു. ദേവൂസ് ഇന്നലെ വന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ പൊന്ന് ദേവൂസ് നീ വരണമായിരുന്നു, ആ വീഡിയോ എടുക്കുമായിരുന്നു. ഇന്നലെ ഒരു മത്സരം ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞതാണ്. അപ്പോൾ 21-ാം തീയതി നമ്മുടെ ജിമ്മിൽ ക്രിസ്മസിൻ്റെ പരിപാടിയാണ്. അന്ന് പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്, DJ പാർട്ടി ഉണ്ട്, ഒക്കെ ഉണ്ട്. അതൊക്കെ വീഡിയോ എടുത്തിട്ടിടും കേട്ടോ. അതും ഒരു സന്തോഷമുള്ളൊരു കാര്യമല്ലേ. അപ്പം എല്ലാവർക്കും ബൈ. മക്കളെ എങ്ങനെ
ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെല്ലൈക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാം ചെയ്യണം കേട്ടോ. എല്ലാം ചെയ്യണം കേട്ടോ. എൻ്റെ തരുവേണ്ടി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാ കുട്ടികളെയും ആൻറ്റിമാർക്ക് ഉമ്മ, എൻ്റെ ഈ ദേശീയ സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഉമ്മ, ഈ തനിയമ്മ സ്നേഹിക്കുന്ന ആൻറ്റിമാർക്ക് ഉമ്മ കേട്ടോ. എല്ലാവർക്കും ഉമ്മ കേട്ടോ. ദേവുവിന് കുഞ്ഞു കുഞ്ഞു മക്കൾ കുറച്ച് ഫാൻസുകാരുണ്ട് കേട്ടോ. ദേവുവിൻ്റെ ഡാൻസ് കണ്ട് അതുപോലെ ചെയ്യുന്ന മക്കളൊക്കെ ഉണ്ട്. അതൊക്കെ കേൾക്കുമ്പോണ്ടല്ലോ ഭയങ്കര സന്തോഷമാണ്. നമ്മൾ ശരിക്കും മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്ന് പറഞ്ഞ പോലെ നമ്മുടെ ദേവൂസ് നമ്മുടെ കൂടെ ഉണ്ടപ്പം മറ്റുള്ളവർക്കൊന്നും അത്ര ഒരു ഇതായിട്ട് തോന്നില്ല, നമ്മൾ അടുത്തറിയുന്നവർക്കൊന്നും. പക്ഷേ ദേവുവിന് ഇത്രയും കുട്ടികളൊക്കെ സ്നേഹിക്കുന്നു, അവളുടെ ഡാൻസ് അതുപോലെ സ്റ്റെപ്പ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ ഭയങ്കര സന്തോഷം കേട്ടോ. അതുപോലെ മെസ്സേജ് എനിക്ക് വാട്സപ്പിൽ ഇടണം, ഹായ് പറയാനുള്ളവർ. ഇട്ടവർ വീണ്ടും ഇട്ടേക്കണേ, എന്നാലേ ഞാനത് നോക്കുള്ളൂ പ്ലീസ്. അപ്പോൾ എല്ലാവർക്കും ബൈ. എല്ലാവർക്കും ബൈ കേട്ടോ.